സിംഗിൾ ക്രിസ്റ്റൽ വേഴ്സസ് പൗഡർ സ്പെസിമെൻസ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞു ഒറിജിനൽ ഡിസ്കവറി ഒരു സിംഗിൾ ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ. ഡിസ്കവറി ഓഫ് ഡിഫ്രാക്ഷൻ യൂസിങ് എ സിംഗിൾ ക്രിസ്റ്റലായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നു, ജസ്റ്റ് നോക്കുക. ഓക്കെ, ദെൻ പിന്നീട് 25 years ആയിട്ടാണ് പൗഡർ സ്പെസിമെൻ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ ലോജിക് ഓഫ് യൂസിങ് സിംഗിൾ ക്രിസ്റ്റൽ എന്താണ്? സിംഗിൾ ക്രിസ്റ്റൽ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർപ്ലാനർ ഡിസ്റ്റൻസ്, ഇപ്പോൾ DHK എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലെയിൻസിൻ്റെ HKL ഏതിലാണ് പഠിച്ച സോളിഡിൽ. അപ്പം അതെന്താണ് ഫിക്സഡ് ആക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഒരു സിംഗിൾ ക്രിസ്റ്റലിനെ റൊട്ടേറ്റ് ചെയ്യുക, തീറ്റ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിഫ്രാക്ഷൻ പോസിബിൾ ആക്കാൻ പറ്റും. പക്ഷേ ഒരു പൗഡർ ക്രിസ്റ്റലാണെന്നുണ്ടെങ്കിൽ, പൗഡർ സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു, എല്ലാ ഓറിയൻറ്റേഷനിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും പൗഡറിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, റൊട്ടേഷൻ ചെയ്യണം നിർബന്ധമില്ല. പൗഡർ സ്പെസിമെനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ പൗഡർ സ്പെസിമെൻ പ്രൊവൈഡ് ഫോർ ആൻ alternative strategy in which crystal rotation is not necessary. That is, literally millions of crystals or crystallites present in a powder specimen are randomly oriented. So there is no requirement for rotation, since statistically all possible orientations are presented in the powder. അപ്പോൾ എന്താണ്, those crystallites at the appropriate orientation satisfies Bragg's law will diffract the X-rays. അപ്പോൾ എങ്ങനെയാണോ എക്സ്റേ വരുന്നത്, അപ്പോൾ വരുന്ന എക്സ്റേക്കൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ടായിരിക്കും നമ്മുടെ ഈ പൗഡർ സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ എന്താണ്, ഡിഫ്രാക്ഷൻ പോസിബിൾ ആയിരിക്കും. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ്, ദ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പൗഡർ സ്പെസിമെൻ. First is that the individual crystallites composing the specimen must be highly crystalline. The crystallites must be randomly oriented to represent all possible crystal orientation. Then the size of the crystallite must be small enough such that a sufficiently large statistical number can be present within a powder specimen to represent all possible orientations. Then the size of the crystallites must also be large enough such that poor diffraction does not result from certain adverse effects of too small crystallite size. If the crystallites have highly asymmetric shapes, they will tend to become aligned when packed together as a powder specimen. Then crystallite ideal size കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നെക്സ്റ്റ് പൗഡർ ഡിഫ്രാക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു സക്സസ് ആണ് പറയുന്നത്. എന്താണ് പൗഡർ ഡിഫ്രാക്ഷൻ ഡാറ്റാബേസ്. ഓക്കെ, ഇപ്പോൾ കുറേ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഡിഫ്രാക്ഷൻ പാറ്റേൺ വെച്ചിട്ട് അതിനെ നമ്മൾ ഏത് മെറ്റീരിയലാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഇൻ്റർപ്ലാനർ ഡിസ്റ്റൻസ് എന്താണ്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ആറ്റംസ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്, എന്നിട്ട് അതിന് എന്ത് ചെയ്യണം, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റാബേസ് എന്താണത്, ഇറ്റ് ഗ്രൂ ആൻഡ് ഗ്രൂ അണ്ടർ വേരിയസ് ഓർഗനൈസേഷൻ ടുഡേയ്സ്. ഇപ്പോൾ എന്താ, നമ്മൾ ഇപ്പം ഒരു പൗഡർ ഡിഫ്രാക്ഷൻ ഫയൽ ഉണ്ട്, വിച്ച് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഡിഫ്രാക്ഷൻ ഡാറ്റ ICDD. അപ്പോൾ ഒരു യൂസർ ഓർ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് യൂസർ ക്യാൻ കളക്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫ്രം ആൻ അൺനൗൺ പൗഡർ. ഇപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയലിന്, ഒരു അൺനൗൺ മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫ്രാക്ഷൻ പാറ്റേൺ വെച്ച് നമുക്ക് ഡാറ്റ കിട്ടും. അതും നമ്മുടെ ഇപ്പോൾ ഈ PDF-ലുള്ള, ദാറ്റ് ഈസ് പൗഡർ ഡിഫ്രാക്ഷൻ ഫയലിലുള്ള ഡാറ്റാബേസുമായിട്ട് എന്ത് ചെയ്യാം, മാച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റീരിയൽ ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഗ്രേറ്റ് സക്സസ് ഓഫ് പൗഡർ ഡിഫ്രാക്ഷനാണ്. സോ പൗഡർ ഡിഫ്രാക്ഷൻ പാറ്റേൺ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അതർ ദാൻ ജസ്റ്റ് അറ്റോമിക് സ്ട്രക്ചർ. ഇപ്പോൾ അറ്റോമിക് സ്ട്രക്ചർ മാത്രമല്ല നമുക്ക് പൗഡർ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആവറേജ് സൈസ്, സ്ട്രെയിൻ വിത്തിൻ ദ ക്രിസ്റ്റൽസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്നിക്ക് വെച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എങ്ങനെ നടത്തുക?
നമ്മൾ പറഞ്ഞ ഓൾറെഡി ഇൻറ്റൻസിറ്റി കൂടിയ ഒരു ഷാർപ്പായിട്ടുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ, ഇൻറ്റൻസിറ്റി കൂടുക എന്ന് വെച്ചാൽ അതിൽ ദാറ്റ് ഈസ് ദ സാമ്പിൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതലായിട്ട് മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അതിൽ ഒരു ക്രിസ്റ്റലൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ദ സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫിക് ഫിലിമാണ് ആദ്യം ഡിഫ്രാക്റ്റഡ് റേസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനൊരു ക്യാമറ ഉണ്ടായിരുന്നു. ദെൻ ഫിലിം അതിന് ചില സമയത്ത് പറയുക 2 ഡയമെൻഷണൽ ഡിറ്റക്ടർ എന്നാണ് പറയുന്നത് ഇൻ ഏർലി ടൈം. ദെൻ എന്താണ് ജീജർ കൗണ്ടർ, അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, GM കൗണ്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡിഫ്രാക്റ്റഡ് പാറ്റേൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിവൈസ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ഡിവൈസുകളുടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് വായിച്ച് നോക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് ഡിറ്റക്ടേഴ്സാണ്. ഇലക്ട്രോണിക് ഡിറ്റക്ടേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യാം. അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് 3 ഡയമെൻഷനലി അതിൻ്റെ പാറ്റേൺ, ക്രിസ്റ്റലോഗ്രഫിക് പാറ്റേണും ഓറിയൻറ്റേഷൻസൊക്കെ എന്ത് ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു ഹെവി കമ്പ്യൂട്ടേഷണൽ സബ്ജക്റ്റാണ് ഈ ക്രിസ്റ്റലോഗ്രഫി ആൻഡ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം. So diffractometer or powder diffractometer, it refers to any diffraction device that uses photographic film or an electronic detector to record the diffraction pattern. ഓക്കെ, അതിനെയാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ തന്നെയാണ് എന്തെന്ന് പറയുക, ഈ ഡിഫ്രാക്ടോമീറ്റർ, പൗഡർ ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിലൊരു ഫിഗർ തന്നിട്ടുണ്ട്, ക്വാർട്സിൻ്റെ ഈ ഡെബേ ഷെറർ ക്യാമറ വെച്ചിട്ടുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് വന്നൊരു ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ, ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ആൻഡ് ദ ഫാക്ട് ദാറ്റ് ദ ന്യൂട്രോൺസ് ആർ ഡിഫ്രാക്റ്റഡ് ബൈ ക്രിസ്റ്റൽസ് ഇൻ എ സിമിലർ മാനർ ടു ദാറ്റ് വിത്ത് എക്സ്റേസ്. ന്യൂട്രോൺ സോഴ്സുകൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലെ ഡിഫ്രാക്റ്റഡ് ബീംസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ദെൻ ഇതിൽ കുറച്ചും കൂടി ടോപ്പിക്സ് ഉണ്ട്, ഇതിൽ സിലബസിൽ ഉള്ളത് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ.